ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന പഠനഭാഗം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വചനം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിൽ കാനാവിൽ വെച്ച് ഇത് ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിയയുടെ അസന്നിഗ്ധമായിരിക്കുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യേശുവിൻ്റെ അമ്മയായ മറിയ ആ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ ഒരു വാചകം വളരെ ചിന്തനീയമാണ്. യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. യേശു എന്തെല്ലാം കൽപ്പിച്ചു എന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 പ്രധാനപ്പെട്ട കൽപ്പനകളാണ് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. 1, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു, 7-ാമത്തെ വചനം. അടുത്ത് നാം വായിക്കുന്നത്, അവർ വക്കോളവും നിറച്ചു. ശുശ്രൂഷക്കാരാണ്, അവരോടാണ് കർത്താവ് കൽപ്പിക്കുന്നത്. 2-ാമത്തെ ഒരു കാര്യം അവിടെ കാണാൻ കഴിയും. വീണ്ടും കർത്താവ് പറയുന്നു, വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ, വാക്യം 8. ഈ 2 കൽപ്പനയാണ് യേശു കർത്താവ് ഇവിടെ നൽകിയത്. മാതാവ് പറഞ്ഞ ആ 2 വാക്കുകളും അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ കാര്യം അതുപോലെ ആ ശുശ്രൂഷക്കാർ അനുസരിക്കുവാനിടയായി. എന്നെ ചിന്തിപ്പിക്കുവാനിടയായത് ആ ശുശ്രൂഷക്കാരുടെ മനോഭാവമാണ്. കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് ഈ ശുശ്രൂഷക്കാർ. അവർ വളരെ പ്രസിദ്ധരൊന്നുമല്ല. അവർ വലിയ അപ്രമാദിത്വമുള്ളവരോ സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവരോ ആയിരിക്കണമെന്നില്ല. അവർ വെള്ളം കോരുന്ന ശുശ്രൂഷക്കാരാണ്. പക്ഷേ യേശു കർത്താവിൻ്റെ വാക്ക് അതുപോലെ അവർ അനുസരിച്ചു. യേശു അതുവരെയും ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. ഈ ശുശ്രൂഷക്കാരോട് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ നാം വായിക്കുന്നത് വക്കോളോ നിറച്ചു. ഒരു പക്ഷേ സംശയത്തിലായിരിക്കാം, ചെയ്യുന്നത് കാണട്ടെ. നിറയ്ക്കാൻ പറഞ്ഞു, വക്കോളോ നിറച്ചു. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്ന സേവകന്മാരായിരുന്നു. 2-ാമത് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അത് കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞു, അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. അപ്പോൾ കാര്യം പരസ്യമാക്കാത്ത ശുശ്രൂഷക്കാരാണ്. അവർക്ക് വേണമെങ്കിൽ ഈ വീഞ്ഞായി തീർന്ന വെള്ളം കോരിയത് ഞങ്ങളാണ് എന്ന് പ്രസിദ്ധമാക്കാമായിരുന്നു. കർത്താവ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങളത് ചെയ്തത് കൊണ്ടാണ് ഇവിടെ വീഞ്ഞായത്. എന്തെല്ലാം ന്യായങ്ങൾ അവർക്ക് പറയാമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം, യേശു പറഞ്ഞതനുസരിച്ചപ്പോൾ എവിടുന്നാണ് എന്ന് വെള്ളം കോരിയവരല്ലാതെ വേറെ ആരും അറിഞ്ഞില്ല. അവർ എത്ര നല്ല കാഴ്ചപ്പാടുള്ള ആളുകളായിരുന്നു. കാര്യം പ്രസിദ്ധമാക്കാത്ത ശുശ്രൂഷകരായിരുന്നു. 3-ാമത് ആ വചനത്തിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. യേശു കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിച്ചു എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ വായിക്കുന്നത് അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരെ അറിഞ്ഞുള്ളൂ. സോഴ്സ്, ഇത് എവിടുന്നാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് ആ ശുശ്രൂഷക്കാർക്ക് മനസ്സിലായുള്ളൂ. അവർ അവരുടെ മഹത്വം എടുത്തില്ല. വേണമെങ്കിൽ അവർക്കതിൻ്റെ മഹത്വം എടുക്കാമായിരുന്നു. ഞങ്ങളാണ് ഈ വീഞ്ഞിൻ്റെ മുഴുവൻ കാരണക്കാർ, യേശുവാണ് ചെയ്തതെങ്കിൽ പോലും വെള്ളം നിറച്ചില്ലെങ്കിലോ, വക്കോളം നിറച്ചില്ലെങ്കിലോ, ഞങ്ങൾ അനുസരിച്ചില്ലെങ്കിലോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അവർ ഒരു വാക്ക് പോലും പ്രസിദ്ധമാക്കിയില്ല. മഹത്വം അവരെടുത്തില്ല. പിന്നെയോ എല്ലാ മഹത്വവും കർത്താവിന് പോയി. അതാണ് നാം വായിക്കുന്നത് അതിൻ്റെ 11-ാമത്തെ വചനം. യേശു
അടയാളങ്ങളുടെ ആരംഭമായി ഇത് ചെയ്തു. 2, യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തി. 3, ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അതായത്, താൻ കൽപ്പിച്ചാൽ, താൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കുമെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മാത്രമല്ല, ഇന്നുള്ളവർക്കും മനസ്സിലാകുവാനിടയായി. പ്രിയമുള്ളവരെ, അവൻ, നമ്മുടെ കർത്താവ് ഒന്ന് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമോ? ഒരുപക്ഷെ സാധിച്ചു എന്ന് വരാം. അതിന് വളരെ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ യേശു അത് സാധിച്ചത് കേവലം നിമിഷങ്ങളാണ്. എപ്പോഴാണ് ഇത് വീഞ്ഞായത്? ആ ചോദ്യത്തിനോട് ഉത്തരം നമ്മളൊന്ന് ആത്മപരിശോധനയിലൂടെ മനസ്സിലാക്കുന്ന നല്ലതാണ്. എപ്പോഴാണ് വെള്ളം വീഞ്ഞായി മാറിയത്? യേശു പറഞ്ഞപ്പോഴാണോ? അതോ വിരുന്നുവാഴി രുചി നോക്കിയപ്പോഴാണോ? അതോ ശുശ്രൂഷക്കാർ വെള്ളം വക്കോളം നിറച്ചപ്പോഴാണോ? അതോ കർത്താവിൻ്റെ വാക്ക് സംസാരിച്ചപ്പോഴാണോ? എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ എപ്പോഴോ സംഭവിച്ചു. യേശു കർത്താവിൻ്റെ വാക്കിൻ്റെ ശക്തി അത്ര വലുതാണ്. ആ യേശു കർത്താവ് ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. ശുശ്രൂഷക്കാരായ നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് അനുവദിച്ചുകൊണ്ട് സ്തോത്രം. ഈ ദിവസം അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ, അങ്ങയെ ധ്യാനിക്കുവാൻ ഇടയാക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.